ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും മമ്മിയും കൂടി താഴത്തെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഈവനിങ്ങത്തേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ പോയതാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കേട്ടോ. ഞാൻ ഏകദേശം 4ാം ക്ലാസ് എത്തുന്നതിൻ്റെ ഒത്തിരി മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് മേലത്തെ വീട്ടിലേക്ക് എന്ന് വെച്ചാൽ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതുവരെ ഈ വീട്ടിലായിരുന്നു ഗൈസ്. കൊറോണയൊക്കെ വന്ന് ഭയങ്കര എൻജോയ്മെൻ്റായിട്ട് അങ്ങനെ ആയിട്ടുള്ളൊരു കുറേ സമയങ്ങൾ ഞാനിവിടെ വരുമ്പോൾ ഇങ്ങനെ ഓർക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ അമ്മമ്മ ഇങ്ങനെ ചോറ് കഴിക്കുകയായിരുന്നു. അമ്മമ്മക്ക് ഇവിടെ വന്നാലിങ്ങനെ ഒരുപാട് പണികളുണ്ടാവും. ഈ അടക്ക പെറുക്കുക, തേങ്ങ പെറുക്കുക, പിന്നെ കുരുമുളക് പറിക്കുക, അങ്ങനെ കുറേ പണികളുണ്ടാവും. അപ്പോൾ പിന്നെ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീട് കാണിക്കുക. പിന്നെ ഞങ്ങൾ താഴെ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫ്രണ്ട് ഭാഗം ഗൈസ്. അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഞാനിങ്ങനെ വീടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതാണ് അപ്പോൾ വീട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് ആളുകൾ ഉണ്ട്. അപ്പം ഞാനൊരു ദിവസം എന്തായാലും ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ താഴെ കണ്ടത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാനും അമ്മമ്മയാണ് അടക്ക ഉറക്കാൻ പോകാറ്. പിന്നെ ഞാനും മമ്മിയും കൂടി എല്ലായിടവും ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ തന്നെ തോടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കല്ലെടുത്ത് എറിഞ്ഞ് കളിക്കാറുണ്ട് ഗൈസ്. മൊത്തത്തിൽ പുല്ലൊക്കെ പിടിച്ച് ആകെ ശോകത്തിലാണ്. അതിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടാട്ടോ. എന്നാലും വലിയൊരു വിഷയമല്ലാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എല്ലായിടവും അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പിന്നെ തോട്ടിൽ കുറേ മീനുണ്ട്. അതേപോലെ തന്നെ ആമ്പൽപ്പൂക്കൾ ഉണ്ടാവാറുണ്ട് ഗൈസ്. പക്ഷേ ഒറ്റൊരു ആമ്പൽപ്പൂ പോലും ഞാൻ കണ്ടില്ല. അങ്ങ് ദൂരം ഒന്നും ഉണ്ടായിരുന്നു, പക്ഷേ ആര് പറിക്കും ഗൈസ്. അടുത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് പോയി പറിച്ചിട്ട് വന്നേനെ. പക്ഷേ ഇല്ല, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ അങ്ങ് അറ്റം വരെ നിവർന്ന് കിടക്കുന്നുണ്ട്. പിന്നെ അമ്മമ്മ അവിടെ കുറേ പണികളിലാണ്, തേങ്ങ എടുക്കുക, അതൊക്കെ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊല വെട്ടണമായിരുന്നു. അപ്പോൾ പിന്നെ ഇതാണ് ബാക്ക് ഭാഗം കേട്ടോ. അയ്യോ, കൊല വെട്ടാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ബാക്കിൽ ആ കണ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇവിടെ അമ്മമ്മ അടയ്ക്കൊക്കെ ചിക്കി ഇട്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കിണർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളെ കൂടെയാണ്. ഈ കൂടയിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. വീട്ടിനും കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. ഡോറൊക്കെ വെച്ച്, അതേപോലെ പെയിൻ്റ് അടിച്ച്, പിന്നെ കൂടേൻ്റെ മേലെ ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കിണർ കാണിക്കുകയാണ്. കണ്ടില്ലേ, ഉപയോഗിക്കാറില്ല, എന്നാലും വലിയ പ്രശ്നമില്ലാണ്ട് കിടക്കുന്നുണ്ട് കിണർ. അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇവിടെ ഇപ്പം വാടകക്കാരുണ്ട്, അവർ യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കൊല കൊത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങൾ നാളെ ചെമ്പരത്തി താടി ഉണ്ടാക്കേണ്ടിയിട്ട് അവിടെ കുറച്ച് ചെമ്പരത്തി ഉണ്ടപ്പോഴത്തേക്ക് ആ ചെമ്പരത്തിയൊക്കെ പറിച്ചു. പിന്നെ ബാക്കി ഇലകളും കുറച്ച് പൂക്കളൊക്കെ മേലുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് പറിക്കായിരുന്നു. പിന്നെ അമ്മമ്മ ദാ കൊല കൊത്തുന്ന തിരക്കിലാണ് ഗൈസ്. പിന്നെ മാമി ഉണ്ടല്ലോ, ഓരോ പൂക്കൾ പറിച്ച് തന്നിട്ട് എനിക്ക് മൂക്കുത്തിയെ പറഞ്ഞ് കുത്തി തരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമല്ല ഗൈസ്, നല്ല രസമാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിറയെ നാരങ്ങ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനതാണ് കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ 2-3 നാരങ്ങയൊക്കെ പറിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ആ ഭാഗം ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.